السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഈ ഒരു പരിശ്രമത്തെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഈ വാദപ്രതിവാദത്തിൽ നമ്മുടെ വാദം നാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ആ വാദത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പ്രസ്താവന നിർവഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വാദം എഴുതിയിട്ടുള്ളത്. അതിങ്ങനെയാണ് മുജാഹിദുകളുടെ വാദം എന്നതിന് ശേഷം ഞങ്ങൾ എഴുതിയത്: നബിദിനാഘോഷം എന്ന ഇബാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാബത്തോ താബിഈകളോ മാതൃക കാണിക്കാത്തതുമാണ്. മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും നബിദിനാഘോഷം എന്ന ഇബാദത്ത് പരിചയമില്ല. ഈ പ്രസ്താവന നിർവഹിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുള്ളത്. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താണ്? ഇത് ശരിയാണോ? അതല്ല, നബിയും സഹാബത്തും താഴ്വികൾക്കൊക്കെ പരിചയമുണ്ട് എന്നാണോ? ഇതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യം. അത് ചോദിക്കാൻ കാരണം, കുറേ വർഷങ്ങളായി റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാട് മുഴുവൻ ബോർഡും ഫ്ലക്സും വെക്കാറുണ്ട്. സ്വഹാബിമാർ നബിദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഹസൻ ബസ്രി പറഞ്ഞു, മഅറൂഫുൽ കർഖി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാട് നീളെ നിങ്ങളെ പ്രവർത്തകന്മാർ സാധാരണക്കാരൊക്കെ വ്യാപകമായി ബോർഡുകളും ഫ്ലക്സുകളും സ്ഥാപിക്കാറുണ്ട്. അതിൽ ഇബ്നു ഹജർ ഹൈത്തമിയുടെ പേരിൽ നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോർഡിലെല്ലാം അന്ന് പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരിപ്പിച്ചതിൻ്റെ 90% ഭാഗം പള്ളി ദർസിൽ നിങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഇആനത്തുൽ ത്വാലിബീൻ എന്ന കിതാബിൽ പരാമർശിച്ചതുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഒരു സ്വഹാബിക്കും പരിചയമില്ല, ഒരു താബിഈനും പരിചയമില്ല, തബഉ താബിഈകൾക്കും പരിചയമില്ല, മദ്ഹബിന് 4 ഇമാംമാർക്ക് പോലും പരിചയമില്ല. അപ്പോൾ പരിചയമില്ല എന്ന ഞങ്ങളുടെ പ്രസ്താവന ശരിയാണോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ശരിയല്ല എന്നാണെങ്കിൽ ഏത് സ്വഹാബി, ഏത് താബിഈ, ഏത് ഇമാമാണ് മദ്ഹബിന് 4 ഇമാമിങ്ങളിൽ ഇത് മാതൃകയായി കാണിച്ചത്? ശരിയാണ് എന്നാണെങ്കിൽ ഇആനത്തുൽ ത്വാലിബീനിലും അതേപോലെ നിഅ്മത്തുൽ കുബ്രയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഈ സംഗതികൾ ആ ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ, അവരില്ലാത്ത എഴുതിയതാണോ? ആ എഴുതിയതോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നതാണ് ഇതിൽ കിട്ടേണ്ടത്. ചോദ്യം വ്യക്തമാണ്. ഏതൊരാൾക്കും ഈ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് ഞങ്ങൾ ചോദ്യം ഓരോന്നും ഇൻഷാ അല്ലാഹ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. ആളുകൾ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കട്ടെ എന്ന് മാത്രം. തീർത്തും ഗുണകാംക്ഷ മാത്രം. ഒരു ബിദ്അത്തിലും നമ്മൾ ആരും പെടാൻ പാടില്ല. സുന്നത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കണം. സുന്നത്തിനെയും ജമാഅത്തിനെയും അഹ്ലുകാരായി നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിച്ച് പരലോകത്തേക്ക് യാത്ര പോകണം. അതിന് വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ പ്രസ്താവനയോടുള്ള നിലപാടെന്ത്; രണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി ചോദിച്ച കാര്യങ്ങളും വിശദീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജാഹിദ് വിഭാഗത്തിൻ്റെ വാദമായി അവർ എഴുതിവെച്ച വാദത്തെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യമാണ് എന്ന മുഖവുരയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ മുൻ അവസരത്തിലെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിച്ചിരുന്നു എങ്കിൽ ഈ ചോദ്യവുമായിട്ട് നിങ്ങൾ വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? സംവാദം എന്ന് പറഞ്ഞാൽ വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലേ? ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ കുഴിച്ചു മൂടുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ അവസരത്തിൽ ഞങ്ങൾ 9 എണ്ണം ചോദിച്ചത്. ആ 9 ചോദ്യങ്ങളിലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. നോക്കൂ, സ്വഹാബത്തോ താബിഈകളോ മാതൃക കാണിച്ചിട്ടില്ലല്ലോ, മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും പരിചയമില്ലല്ലോ, അതിനാൽ നബിദിനാഘോഷം ദുരാചാരമാണ്. ദുരാചാരമാണ്. എന്തുകൊണ്ട്? ഏതിനാൽ? സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, ഇമാമുമാർക്ക് പരിചയമില്ല. നിങ്ങളുടെ ഈ പ്രസ്താവനയിലെ വൈരുദ്ധ്യത്തെ, നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ള മാനദണ്ഡത്തെയാണ് പൊളിച്ചത്. എന്തുകൊണ്ട്? ഈ മാനദണ്ഡപ്രകാരം ഇബ്നു തൈമിയ്യ ദുരാചാരിയാണെന്ന് പറയേണ്ടി വരും. ഈ മാനദണ്ഡപ്രകാരം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇബ്നുൽ ഖയ്യിം ഒരു ദുരാചാരത്തെ പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറയേണ്ടി വരും. സ്വഹാബത്തിന് പരിചയമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ താബിഈകൾക്ക് പരിചയമില്ലാത്ത കാര്യം, ഇമാമുമാർക്ക് പരിചയമില്ലാത്ത കാര്യം ചെയ്ത ആളല്ലേ ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യ ഒരു പുതിയ പ്രത്യേകതയെ, ജുമഅക്ക് പോകുമ്പോൾ സ്വതക്ക കൊടുക്കുക എന്നൊരു പ്രത്യേകതയെ, ആ പ്രത്യേകത കണ്ട് അതിനെ പതിവാക്കി
അതിനെ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഉപയോഗിച്ച് തെളിവ് പിടിച്ച് ആ തെളിവ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം അതിനെ ഉദ്ധരിക്കുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ മൂപ്പർ ഇബ്നു തൈമിയ നസ്ഖ് അറിയാത്ത ആളാണ് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വിഡ്ഢിത്തം ഇവിടെ വിളമ്പുകയുണ്ടായി. ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു തൈമിയയുടെ തഫ്സീറെങ്കിലും നോക്കിക്കൂടായിരുന്നോ? ഇബ്നു തൈമിയയുടെ തഫ്സീറിൽ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയെ നഖ്ൽ ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം, ഇതിൽ നസ്ഖുണ്ടെന്ന് പറയപ്പെടുന്ന വുജൂബിൽ മാത്രമാണ്, ഇസ്തിഹ്ബാബിലില്ല. ഇസ്തിഹ്ബാബിൽ നസ്ഖില്ല. അതിനെ നസ്ഖുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന വാചോടാപങ്ങൾ അതിന് മറുപടിയാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യനാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് മാത്രമല്ല, ഇബ്നു തൈമിയയ്ക്ക് വേറെയും ചില പതിവുകളുണ്ടായിരുന്നു. ഫാത്തിഹ സുബഹി നിസ്കാരത്തിന് ശേഷം ഫാത്തിഹയെ പ്രത്യേക എണ്ണമാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നിഷേധിച്ചാലാണെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ മാനദണ്ഡം, ആ മാനദണ്ഡം പരിശുദ്ധ ഇസ്ലാമിൽ ഇമാമുകളാൽ അംഗീകരിക്കപ്പെടാത്ത മാനദണ്ഡമാണ്. ഈ പൂർവ്വ പണ്ഡിതന്മാരായ ആളുകൾക്ക് പരിചിതമല്ലാത്ത മാനദണ്ഡമാണ് എന്ന് മാത്രമല്ല, ഇനി ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ എന്തു അർഹത? നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിട്ട് പെട്ടെന്നൊരു ദിവസം യോഗം കൂടിയിട്ട് നബിദിനാഘോഷം എന്നൊരു കാര്യത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം. പക്ഷെ നബിദിനാഘോഷത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ആഘോഷമാണത്. നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ആഘോഷമാണത്. നിങ്ങൾക്ക് എന്ന് മുതലാണ് അത് ബിദ്അത്തായി എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. നമുക്ക് പരസ്പരം നമുക്കിടയിൽ ഒരു യോജിപ്പുള്ള അഭിപ്രായമുണ്ട്. ഏതാണ് അഭിപ്രായം? ആ അഭിപ്രായം കെ.എം. മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നബിദിനാഘോഷം നടത്തണമെന്നതിന് തെളിവായി, നബിദിനത്തെ ആഘോഷിക്കുന്നതിന്റെ പുണ്യമായി ഉദ്ധരിച്ചിട്ടുള്ള കാര്യം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റഹ്മത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? നബി തങ്ങളെ കുറിച്ച് റഹ്മത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? ആ റഹ്മത്തിനെ തന്നെയാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് ഞങ്ങൾ വിശദീകരിച്ചു പറഞ്ഞത്. ആ വിശദീകരണം പതിവില്ലാത്തതല്ല. അത് ആദ്യകാലത്തെ മുഫസ്സിറുകൾ, പൂർവ്വകാല മുഫസ്സിറുകൾ തഫ്സീർ തുസ്തുരിയെ പോലെയുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തിന് ആയത്ത് കൊണ്ടുള്ള തഫ്സീർ, ഖുർആനിന്റെ ആയത്തിന് ആയത്ത് കൊണ്ടുള്ള തഫ്സീർ മേന്മയുള്ള തഫ്സീറാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിഷേധിച്ചാൽ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇരുകൂട്ടരും നേരത്തെ യോജിച്ചിരുന്ന ഒരു കാര്യം, ആ യോജിപ്പിൽ നിന്ന് തഹരീഫ് സംഭവിച്ച് മുൻഹരിഫായി പോയ നിങ്ങളാണ് നിലപാട് പുനഃപരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യം നെഞ്ചത്ത് തറക്കുന്നത് കെ.എം. മൗലവിയുടെ നെഞ്ചത്തേക്കാണ്, കെ മൗലവിയുടെ നെഞ്ചത്തേക്കാണ്, ഇബ്നു തൈമിയ്യയോടാണ് ചോദ്യം. എന്നിട്ടോ ഇബ്നു തൈമിയ്യയെ തള്ളാൻ ഖാദിയാനിയെ കൂട്ടുപിടിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നബിദിനാഘോഷത്തെ എതിർക്കാൻ ഖാദിയാനി ഉണ്ടല്ലോ എന്ന പരിതാപത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ദുർഗതിയാണ്. ഏതായാലും അരിയത്ര പയറഞ്ഞാഴി, ഇതാണ് ഇപ്പോൾ ഉത്തരം. പിന്നെ ഉച്ചക്ക് പോയപ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് രാവിലത്തെ പോലെ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ ചൊല്ലിക്കോളൂ. ഞങ്ങൾ ചൊല്ലൂല, ഞങ്ങൾ ആ ഏർപ്പാടില്ല. ഞങ്ങൾ ഒച്ചപ്പാട് മുതൽ ഉണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങൾ പരലോകത്തിന് വേണ്ടി അവിടേക്ക് മുതൽക്കൂട്ടാകാൻ വേണ്ടി തന്നെ നിയ്യത്ത് ചെയ്ത് വന്നതിനാണ്. പിന്നെ പള്ള പറഞ്ഞാൽ കൂക്കലൊക്കെ മനുഷ്യമായ സ്വഭാവമല്ലല്ലോ. അവിടെ അതൊന്നും ഒരു നല്ല രീതിയല്ല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ ചോദിച്ചതിന് ഉത്തരം, ഞങ്ങൾ ആ പ്രസ്താവനയോട് നിങ്ങളുടെ നിലപാട് എന്തെന്നാണ് ചോദിച്ചത്. ആ പ്രസ്താവനയോട് നബിക്കോ സഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിൻ്റെ ഇമാമന്മാർക്കോ പരിചയമില്ല. അതിനോട് നിങ്ങൾ പ്രതികരണം എന്താണ്? പരിചയമുണ്ട് എന്നാണോ, ഇല്ലാന്ന് എഴുതി ശരിയാണ് എന്നാണോ? അതായത് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. തക്ബീർ എത്രയും ചൊല്ലിക്കോളി, തക്ബീർ വിറ്റ് പൈസ ഉണ്ടാക്കിക്കോളി, അവിടെ ഒന്നും കാര്യമില്ല. പക്ഷേ ഇതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്.